ഡോക്ടറെ, രാത്രിയാവുമ്പോൾ ഭയങ്കര നെഞ്ചരിച്ചിലാണ്, ഒന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല, നെഞ്ചിൽ ഇങ്ങനെ ഗ്യാസ് വന്ന് നിൽക്കുന്നു, നെഞ്ചിൽ എന്തോ കൊളുത്തിപ്പിടിക്കുന്ന വേദന, പുറത്തോട്ടും വരുന്നു, അതുപോലെ തന്നെ തൊണ്ടയിൽ ഇതുപോലെ ഗ്യാസ് വന്ന് നിൽക്കുന്ന പോലെ അനുഭവപ്പെടുക, ആകെ ടെൻഷൻ ആകുന്നു, ഇനി എന്തെങ്കിലും ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടാണോ മറ്റനുബന്ധ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ, ഉറങ്ങാൻ കഴിയുന്നില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ രാത്രിയിൽ കൂടുന്നവർ ശ്രദ്ധിക്കേണ്ട, രാത്രിയിൽ തന്നെ ചെയ്യരുതാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ അരയോട് അഥവാ വേസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങൾ വളരെ ഇറുകിയതും കട്ടിയുള്ളതും അല്ലെന്ന് ഉറപ്പുവരുത്തുക. വളരെ ഇറുകിയതും കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ രാത്രിയിൽ കിടക്കുമ്പോൾ വളരെ നേർമയുള്ളതും ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുകയാണെങ്കിൽ അത് ഇതുപോലെ നമുക്ക് ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുന്നത്, ദഹന പ്രശ്നങ്ങൾ രാത്രിയിൽ വളരെ കൂടുന്നത് തടയാനായിട്ട് നമ്മളെ സഹായിക്കും. രണ്ടാമതായിട്ട്, നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന രീതി, രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും സമയവും ഏത് ഭക്ഷണം കഴിക്കുന്നു എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അത് ശരിയായിട്ട് വരുന്നില്ലെങ്കിൽ രാത്രി ഇതുപോലെ ദഹന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ 8 മണിക്ക് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോയി കിടക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ ഇതുപോലെ ചായ, കാപ്പി അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, മറ്റ് ജ്യൂസ് അല്ലെങ്കിൽ സോഡ ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ നെഞ്ചരിച്ചിലും മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നോൺ വെജ് വൈകിട്ട് കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണമെങ്കിൽ അത് ഉച്ചയ്ക്ക് കഴിക്കുക. രാത്രിയിൽ കഴിക്കുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് എന്തെങ്കിലും വെയിറ്റ് ഭയങ്കരമായിട്ട് എടുക്കുന്നത്, ചിലവർ ഭക്ഷണം കഴിച്ച് രാത്രി ജിമ്മിൽ പോകുന്നവരുണ്ട്. അത് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ജിമ്മിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മറ്റ് അനുബന്ധ വീട്ടിലെ ജോലികളാണെങ്കിലും വളരെ ഹെവി ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് രാത്രിയിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് രാത്രിയിൽ കൂടുന്ന ഈ ഗ്യാസിന്റെ പ്രശ്നവും അല്ലെങ്കിൽ അസിഡിറ്റി, മറ്റ് നെഞ്ചരിച്ചിൽ അനുബന്ധ ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.